ഹായ് ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഫുൾ വീഡിയോ ഒന്നുമില്ല, നമ്മൾ ഒരു 9:30-10 മണി വരെയുള്ളൊരു കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു സെയിം റൂട്ടീനും അതേപോലെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ കയറി. അപ്പോൾ ഈസ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നാസ്തയാണ് സ്കൂളിൽ കൊണ്ടുപോകാറ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അവന് ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ എന്തെങ്കിലുമാണ്. പുട്ടൊക്കെ അവന് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസാക്ക് കലക്കി ചുട്ട അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ വെക്കും കേട്ടോ. ചായ 2 പാത്രങ്ങളിലായിട്ടൊരു ഫ്ലാസ്കിലും ഒരു ജഗ്ഗിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെയും ചായ തിളപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒറ്റയടിക്കാവുമ്പോൾ ഒരു പരിപാടി കഴിയും. അപ്പോൾ അതും വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പയർ ഒലത്താണ് കേട്ടോ ചെയ്യണത്. അതും ഈസാക്ക് കലക്കി ചുട്ട അപ്പം, ഞങ്ങൾക്ക് പുട്ടും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഈസാക്ക് രാവിലെ തന്നെ കലക്കുമ്പോൾ വെച്ചു. ഞാനത് പയർ ഒലത്തുന്നതാണ് കേട്ടോ കാണുന്നത്. വൻപയറാണ് കേട്ടോ. ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും വൻപയർ ഒലത്തിയതും പുട്ടും അതേപോലെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണല്ലോ. പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ 7:40 ഈസാക്ക് വണ്ടി വന്നത്. 6:45 അവനെ എഴുന്നേൽപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും മുളകിട്ട് ഒലത്തിയാണ് വൻപയറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വൻപയർ വേവിക്കുക. 2-3 തവണ വിസിലടിക്കണം കേട്ടോ. അപ്പം ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ വെറുപ്പിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ബൽക്കി പൂച്ചയാണ് ഈ കാണുന്നത്. അവർ വെളുപ്പിന് തന്നെ വന്ന് നമ്മുടെ വാതിലിൻ്റെ അവിടെ ഇരിക്കും കേട്ടോ. കാരണം നമ്മുടെ അടുക്കളയിൽ വാതിലിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് എപ്പോഴാണ് ഡോറ് തുറക്കണേ, എപ്പോഴാണ് ഭക്ഷണം കിട്ടണേ നോക്കിയിരിപ്പാണ് കേട്ടോ. പിന്നെ അവർക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചോറിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. അത് തിന്നാലേ അതുങ്ങൾക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചോറിൻ്റെ കൂടെ കറി ഒഴിച്ച് കൊടുത്താലൊന്നും നമ്മുടെ പൂച്ചകൾ തിന്നൂല കേട്ടോ. അവർക്കതൊരു ശീലമൊക്കെയാണ്. അപ്പം ഈസാക്കുള്ള കലക്കിച്ചുട്ട അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളത് ചൂടനെ തന്നെ പാത്രത്തിലേക്ക് അവൻ്റെ ഞാൻ പിച്ചി ഇട്ട് കൊടുത്തു. അതേപോലെ ഇന്ന് കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതും വെച്ച് നമ്മൾ വൻപയറും കൂടി പാത്രത്തിലാക്കി വെള്ളവും വെച്ചിട്ട് ചൂടുവെള്ളവും വെച്ച് നമ്മൾ അവൻ്റെ പാത്രവും കാര്യങ്ങളും ലഞ്ചും സ്നാക്സും എല്ലാം സെറ്റ് ചെയ്ത് ബാഗിലേക്ക് വെക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ എഴുന്നേൽപ്പിച്ച് പല്ലേപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാസ്ത കൊടുക്കും കേട്ടോ. നാസ്ത കൊടുക്കാൻ തന്നെ നല്ലൊരു സമയം എടുക്കും കേട്ടോ. കാരണം ആൾ കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും. അത് വേണ്ട, എനിക്ക് ഇഡ്ഡലി മതി. എപ്പോഴും ഇഷ്ടം ഇഡ്ഡലി തന്നെയാണ്. ഇഡ്ഡലിയാണ് അവൻ്റെ ഫേവറേറ്റ്. ഇഡ്ഡലിയും ദോശയും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയും രാവിലെ തന്നെ ഇഡ്ഡലി മതി ഇട്ടാ, അല്ലെങ്കിൽ സാമ്പാർ മതി ഇട്ടാ, ദോശ മതി ഇട്ടാ. പക്ഷെ നമുക്ക് എപ്പോഴും അവനത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊരു മട്ടിപ്പാവില്ലേ എന്ന് വിചാരിച്ചാണ് നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ അവൻ ഈ പുട്ടും കാര്യങ്ങളും തന്നെ തന്നെയില്ല. പക്ഷേ വീട്ടിൽ ഉള്ള ദിവസങ്ങളിൽ അവൻ തന്നെ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അവന് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് പുട്ടായിരുന്നു. പുട്ടുണ്ടാക്കലാണ് കാണുന്നത്. പുട്ടിനുള്ളത് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കാറ്. പുട്ടിൻ്റെ ആ ഒരു അച്ചിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കും. അതിനൊപ്പം വൻപയറും അതേപോലെ പപ്പടവും കൂട്ടി നമ്മൾ നാസ്തയൊക്കെ കഴിച്ചു കേട്ടോ. വാപ്പ പോണതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ് തുടങ്ങി, അടിച്ചു വാരി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുടക്കുകയും ചെയ്തിട്ടാ. തുടക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചവിട്ടിയും കാര്യങ്ങളൊക്കെ പുതിയതിടും. പിന്നെ അതേപോലെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഷീറ്റൊക്കെ മാറ്റും കേട്ടോ. കാരണം നമ്മുടെ കട്ടിൽ ഇച്ചിരി ടൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു 2 പേരുണ്ടെങ്കിലാണ് നമുക്ക് മാറ്റാൻ പറ്റുക. കാരണം ഭയങ്കര ടൈറ്റാണ്, ബെഡിനേക്കാളും നല്ലപോലെ ടൈറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊക്കി എടുത്ത് മാറ്റണം. പിന്നെ പൊടികളൊക്കെ തട്ടാനുണ്ടായിരുന്നു ഷെൽഫിലും കാര്യങ്ങളിലൊക്കെ. നല്ലപോലെ വേഗം പൊടി പിടിക്കുമല്ലോ. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണം. ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര വേഗമാണ് പൊടി പിടിക്കണേ. നമ്മൾ എന്ന് ക്ലീൻ ചെയ്താലും വേഗം പൊടിയും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. എന്നും ഞാനത് വെറുതെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് തുടക്കാറുണ്ട്. പക്ഷേ എന്നാലും പൊടി ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാനും ഇക്കാക്കയും കൂടിയാണ് ഈ കട്ടിലൊക്കെ വിരിക്കുകയും റെഡിയാക്കിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചൊരു ചന്ദനത്തിരിയൊക്കെ കത്തിക്കാം. കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖമാണ്. നമുക്ക് നല്ലൊരു എയറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ തോന്നാം. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക്
അയില റോസ്റ്റായിരുന്നു കേട്ടോ. അത് മുളകിട്ട് വറ്റിച്ച പോലത്തെ ഒരു റോസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ. അതും പിന്നെ നമ്മൾ ഇന്നലെ പോയപ്പോൾ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചീരയും പരിപ്പും കൂടി ഒലത്തയും കൂടി ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് തേങ്ങയിട്ട്. അതിൻ്റെ കൂടെ കുഞ്ഞിച്ചാള പൊരിച്ചതുമാണ് കേട്ടോ. ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുഞ്ഞിച്ചാള ഒരുപാട് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.